ചില നേതാക്കന്മാരുടെ വീട്ടിലെ ജോലികൾ വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി. അവസാനം അത് വന്ന് നിൽക്കുന്നത് അയാളുടെ റൂമിലേക്ക് വിളിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളെ പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചതെന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ള. ബബിത ബബി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ്. ഓക്കെ, ജോഷ് ടോക്സിൽ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ വന്നിട്ടാണെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനകത്ത് ആ ഒരു ജീവിതാനുഭവം തുടങ്ങുന്നത് വെച്ചാൽ തനിക്കൊരു ഡാൻസർ ആവണമെന്നായിരുന്നു ജീവിതത്തിൽ ആഗ്രഹം. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ ഒരിക്കലും അതിന് സമ്മതിച്ചിട്ടില്ല. ശേഷം ഒരു പ്രണയം ഉണ്ടാകുന്നു. അങ്ങനെ പ്രണയത്തിലൂടെ ഒരു വിവാഹം കഴിക്കുന്നു. ആ ഒരു പ്രണയ വിവാഹം എന്ന് പറയുന്ന ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ആ ഒരു വിവാഹ ജീവിതം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിരുന്നില്ല. അങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ PSC പഠിച്ച് ജോലി വാങ്ങാമെന്ന് തീരുമാനിക്കും. അങ്ങനെ PSC പഠിച്ച് ജോലി വാങ്ങിക്കും. ഇന്ത്യൻ റെയിൽവേയിലാണ് അങ്ങനെ ജോലി കിട്ടുന്നത്. അപ്പം അങ്ങനെ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി കിട്ടുന്നതിന് മുന്നേ ആയിട്ട് അവിടുത്തെ ചില ആളുകൾ അവിടെ യൂണിയനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ബബിത എന്ന് പറയുന്ന ഈ ഒരു ചേച്ചിയെ. അപ്പം ഈ ഒരു യൂണിയനിൽ ചേരുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയിൽ ഈ ചെയ്യേണ്ടി വരുന്ന ജോലിയുടെ ഭാരം വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് ജോലി നമുക്ക് ചെയ്താൽ മതിയായിരിക്കും അവിടെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് യൂണിയൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ യൂണിയന് വേണ്ടിയിട്ട് ഈ ഇന്ത്യൻ റെയിൽവേയിൽ ചെയ്യുന്ന ജോലിയേക്കാൾ കൂടുതൽ ഈ പറയുന്ന യൂണിയന് വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ ഇവർക്ക് ഈ പറയുന്ന യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ജാഥ, സമരം, മറ്റേത് മറിച്ചതിന് എല്ലാത്തിനും ഇവർ പോകേണ്ടി വരുന്നു. ചില ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിലായിരിക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തേണ്ടി വരിക. ചില രാത്രി കാലങ്ങളിലായിരിക്കും ചിലപ്പോൾ തിരിച്ചെത്തേണ്ടി വരിക. അപ്പം ഇത് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക വളരെ രൂക്ഷമായിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് ഇതൊരു വഴി തിരിഞ്ഞ് പോവുകയുണ്ടായി. ആൻഡ് അതിനെ പറ്റിയിട്ട് ചേച്ചി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ വെക്കാം. ജോബ് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നേതാക്കന്മാരുടെ വീട്ടിലെ ജോലികൾ വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി. അതായത് അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കേരള സാരി ഉടുത്തിട്ട് അവർക്ക് കുങ്കുമവും പൊട്ടും വെക്കാൻ നിൽക്കണം ഞങ്ങൾ. പിന്നെ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കണം, പൊറോട്ട ഉണ്ടാക്കണം, ഇങ്ങനത്തെ പണികൾ വരെ ഞങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരെ കൊണ്ട് അവർ ചെയ്യിക്കാൻ തുടങ്ങി. ഇത് ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നാലും അവിടെയുള്ള, അതായത് തമിഴ്നാടാണ്, അപ്പോൾ അവിടെയുള്ള സീനിയർ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായി കാണണ്ട. കാര്യം ഇവിടെ അങ്ങനെയാണ്, നമ്മുടെ മേലുദ്യോഗസ്ഥൻ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ട്രാക്ക് മാൻ ആയിട്ടുള്ള ജോലിയാണ്. അവരുടെ മുഖം കറുപ്പിച്ചാൽ നിങ്ങൾ ഇന്ന് 100 മീറ്റർ ചെയ്യേണ്ടത് നാളെ നിങ്ങൾ 500 മീറ്റർ ചെയ്യേണ്ടി വരും. ഈ പൊരിയാണി വെയിലത്ത് നിങ്ങളെ കൊണ്ട് അത് പറ്റുമോ? അതൊക്കെ കേട്ടപ്പോൾ ശരി, നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കണ്ണുടച്ചിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് നമ്മൾ ഈ ഒരു ജോലി വാങ്ങിച്ചതിന് ശേഷം അവിടെ ചെന്നിട്ട് ഈ നമ്മൾ ഇത്രയും അധ്വാനിച്ച് പഠിച്ച് ഈ ഒരു ജോലിയെ നിയന്ത്രിക്കുന്നത് ഏതോ യൂണിയൻ ആളുകളാണ്. അവർ പറയുന്ന പോലെ മലയാളി സാരി കൊടുത്തിട്ട് ഇവരെ കുങ്കുമം തൊടിക്കാൻ നിൽക്കണം. അവരുടെ വീട്ടിലെ പൊറോട്ട, ചിക്കനും മട്ടനും അവരുടെ വീട്ടിലെ വേലക്കാരികളാണ് ഇവരെല്ലാവരും. ഒരു യൂണിയൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ തൊഴിൽ വേതനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ നേരിടുന്ന ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു സപ്പോർട്ട്, ഒരു ഊർജ്ജം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ യൂണിയൻസ് എല്ലായിടത്തും ഉള്ളത്. ആൻഡ് ഇവിടെ ഈ ചെയ്യുന്ന പരിപാടി എന്താണ്? എന്തായാലും അതിനുശേഷം ഇവർ ബാക്കി കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ വെക്കാം. പക്ഷേ പോകെ പോകെ ഞങ്ങൾ ലേഡീസിൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ പെരുമാറാൻ തുടങ്ങി. അവസാനം അത് വന്ന് നിൽക്കുന്നത് അയാളുടെ റൂമിലേക്ക് വിളിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കൂടിയാലോചിച്ച് ഇയാൾക്കെതിരെ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു. അത്രയും വലിയ നേതാവിനെതിരെ ഈ തൊഴിലാളികൾ, അതും ഈ ട്രാക്കിൽ കിടക്കുന്ന ആൾക്കാർ കംപ്ലൈൻറ്റ് കൊടുത്തത് അത് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങളെ പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചതെന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ള വർക്ക് ലോഡ് ആവട്ടെ, എല്ലാ രീതിയിലും ഞങ്ങളെ പിന്നീടുള്ള കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അരിയർ, പ്രൊമോഷൻസ്, ഞങ്ങൾക്ക് തരേണ്ട കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തു. ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രാൻസ്ഫർ, ഈ ഒരൊറ്റ പ്രോബ്ലം കാരണം ഞങ്ങളുടെ ട്രാൻസ്ഫർ പോലും അവരെടുത്ത് മാറ്റി എന്നുള്ളതാണ്. അതായത് തിരുച്ചിറപ്പള്ളിയിലും മാത്രം, സദേൺ റെയിൽവേയിൽ തിരുച്ചിറപ്പള്ളിയിലും മാത്രം 9 വർഷമായിട്ട് ട്രാൻസ്ഫർ നടക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഈ ഒരു യൂണിയൻകാരുണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ അടുത്ത് നിങ്ങൾ എൻ്റെ കൂടെ വന്ന് കിടക്കണം എന്ന് പറഞ്ഞതിനെ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇവരൊരു കംപ്ലൈൻറ്റ് കൊടുത്താണ് ഇത്രയും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഈ കംപ്ലൈൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഇത് പരിഹരിക്കാനുള്ള ആ ഒരു അതോറിറ്റിയിലിരിക്കുന്ന ആളുകൾ ഇതൊന്നും കണ്ടില്ലേ? അല്ലെങ്കിൽ ആ ഒരു കംപ്ലൈൻറ്റിനെ ഈ രീതിയിലാണോ അവർ എടുത്തിട്ടുള്ളത്? അതെനിക്ക് മനസ്സിലാവാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഉന്നത തലത്തിലിരിക്കുന്ന ഉന്നത ഓഫീസേഴ്സ് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കിട്ടുന്ന സമയത്തേക്കിന് ഈ പറഞ്ഞ യൂണിയൻകാരെ അല്ലെങ്കിൽ യൂണിയൻ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ഇത്തരം തോന്നിവാസം കാണിച്ച് ഇത്തരം ആളുകളെ അവർക്കെതിരെ ശക്തമായിട്ടൊരു നടപടി എടുക്കാനോ ഇവിടുത്തെ അതോറിറ്റി മുൻകൈ എടുത്തില്ലേ?
അതെടുക്കാതെ ഈ പറയുന്ന ഇവർക്ക് ഉള്ള വർക്ക് ലോഡ് കൂടുതൽ കൂട്ടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് ഇങ്ങനെ ഒരു ജോലിയിലേക്ക് കയറുന്നത് വല്ലവനും ഉണ്ടാക്കി വെച്ചേക്കുന്ന ഏതെങ്കിലും യൂണിയൻ നേതാക്കന്മാരുടെ വീട് പണി ചെയ്യാനും അവൻ്റെയൊക്കെ കിടക്ക പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ആളുകൾ ഈ പറയുന്ന പഠിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇതുപോലെ ഓരോ മേഖലയിലേക്ക് എത്തപ്പെടുന്നത്. അവസാനം ഞങ്ങൾക്ക് മുന്നേ ഉള്ള സീനിയേഴ്സ് പോയി ഈ ഒരു പ്രശ്നം 2017 നടന്നു. അതിനുശേഷം ഇന്ന് വരെ ട്രാൻസ്ഫർ തിരുച്ചിറപ്പള്ളിയിൽ നടന്നിട്ടില്ല. ബാക്കി എല്ലാ ഡിവിഷനുകളിലും 2 വർഷമായി ജോയിൻ ചെയ്ത് 2 വർഷം ആയവർ പോലും അവരുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ റെയിൽവേയിൽ ഒരു റൂളുണ്ട്, പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നവരെ പരിഗണിക്കണം എന്നൊരു റൂള്. അതുപോലും അവർ കണക്കിലെടുക്കാതെ ഞങ്ങളെ അവിടെ ഇട്ട് ഇപ്പോഴും വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ട്രാൻസ്ഫർ വരും എന്നുള്ള പ്രതീക്ഷയിൽ പല ആളുകളും അവിടെ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സർക്കാർ ജോലിയുടെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള സ്ഥലത്ത് ജോലി കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. നമ്മൾ ഇതുപോലെ പഠിച്ച് അധ്വാനിച്ച് നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് ജോലി കിട്ടുക. അവിടുന്ന് പിന്നെ നമുക്കുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം വിദേശത്തേക്കാണെങ്കിലും പല ആളുകൾ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നത് താല്പര്യം കൊണ്ടല്ല, ജീവിത സാഹചര്യം കൊണ്ട് മാത്രം പോകേണ്ടി വരുന്നവരാ. അവർക്കെല്ലാം സ്വന്തം നാട്ടിൽ നിൽക്കുന്നതിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം പകരുക, അല്ലേ? അപ്പം അത്രത്തോളം ഈ പറഞ്ഞ സ്വന്തം നാട്ടിലേക്ക് വരാനെ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറാനെ കൊണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇത്രയും വർഷത്തോളം ആ ഒരു ട്രാൻസ്ഫറിനെ പോസ് ചെയ്ത് വെച്ചേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു അവസ്ഥയൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ പബ്ലിക് സെക്ടറിൽ നടക്കുന്ന ഒരു യൂണിയൻ്റെ ഒരു നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ 290 ആൾക്കാരുടെ ജീവിതം ഇത്രയും നാശത്തിൽ കൊണ്ടെത്തിക്കാൻ അയാളെ കൊണ്ട് പറ്റുമെങ്കിൽ ഈ ഒരു പ്രശ്നം കാരണം ഇത്രയും ആളുകളുടെ ട്രാൻസ്ഫർ എന്ന സ്വപ്നവും അവരുടെ ജീവിതവുമാണ് നശിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രശ്നത്തിലും ഞാൻ പെട്ടപ്പോൾ എനിക്കത് കൺഫേം ആയി. ഇനിയുള്ള ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനിയൊരു ട്രാൻസ്ഫർ കിട്ടാനായാലും ഇനി ഇവിടെ നിന്നൊരു മുകളിലേക്ക് കയറുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്തുകൊണ്ട് നന്നായെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിച്ചെടുത്തൊരു ജോലി അവിടെ ഭരിക്കാൻ നമ്മളെ വരുന്നത് വേറെ വെളിയിൽ നിന്നോ വന്ന ആൾക്കാർ, മറ്റൊരാളുടെ അണ്ടറിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയാണെങ്കിലും അതൊരു അടിമത്തത്തിന് തുല്യമാണ്. ആൻഡ് ചെയ്യുന്ന ആ ഒരു പണി മറ്റൊരാൾ നമ്മളെ ഇത്രത്തോളം ഹറാസ് ചെയ്യുന്ന രീതിയിൽ വന്നിട്ടും നമുക്ക് ഇതുപോലൊരു സെക്ഷൽ അബ്യൂസ് നമുക്കെതിരെ വന്നിട്ടും അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടും നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും നമുക്ക് കിട്ടുന്ന പരിപാടി അല്ലെങ്കിൽ നമ്മളോട് സമീപിക്കുന്ന ഈ രീതിയിലാണെങ്കിൽ പിന്നെ ആ ഒരു ജോലി ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാര്യം നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ പോരെ. എന്തായാലും ഈ ഒരു യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു റവന്യൂ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് വളരെ നല്ലതായിട്ടുള്ള രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ അതോടെ കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കാതെ ഇനിയും നമ്മളെ കൊണ്ട് പറ്റും, ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് കണ്ടെത്തുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അവിടെ നമ്മൾ വർക്ക് ചെയ്യുക, ഉറപ്പായും നമ്മൾ സക്സസ് ആവും. പറഞ്ഞത് ഒരു അടിപൊളി കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സക്സസിൻ്റെ പുറകെ ഓടുന്ന സമയത്തേക്ക് നമ്മുടെ ലൈഫിൽ നല്ല അടിപൊളിയായിട്ട് ചില മൊമെൻറ്റ്സ് നമ്മൾ മിസ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പം സക്സസിൻ്റെ പുറകെ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ, നമ്മളുടെ ഫാമിലി, ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ നമ്മളിൽ പലരും സക്സസിൻ്റെ പുറകെ ഓടുമ്പോഴത്തേക്കിന് ചിലരും വിട്ടുപോകാറുണ്ട്. ശേഷം ആ ഒരു സക്സസിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ മിസ് ചെയ്തു എന്ന് അറിയുമ്പോഴത്തേക്കിനും നമുക്കൊരു വിഷമമുണ്ട്. കാര്യം അത്രയും വലിയൊരു സന്തോഷം നമുക്ക് തോന്നുന്ന ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റിൽ പോലും നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല, അല്ലേ? നമ്മൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്തേക്കാണ്. നമ്മളിപ്പം ഈ ചേച്ചി ഒരു കാര്യം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമായിട്ടൊരു തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ഇത്രയും വലിയൊരു പ്രോബ്ലം അനുഭവിച്ച സമയത്തേക്ക് ആ ഒരു ജോലിയിൽ നിന്ന് വിട്ടുമാറി തനിക്ക് സന്തോഷം തരുന്ന, താനൊരു ഡാൻസർ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് പോലും ഒരു ആർട്ടിസ്റ്റ് മേഖലയിലേക്ക്, ഇപ്പം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്ത് തനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ആ ഒരു കാര്യത്തിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ആളുകൾ കാണുന്നുണ്ട്, അതിനുള്ള റവന്യൂ കിട്ടുന്നുണ്ട്. സോ അതൊരു സക്സസ്ഫുൾ ആയിട്ട് എന്തുകൊണ്ട് കണ്ടുകൂടാ? ഓക്കെ, അതൊരു സക്സസ് തന്നെയാണ്. തീർച്ചയായിട്ടും ചേച്ചിയും പറയുന്നുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു സക്സസ് ആണ്. ഇപ്പോൾ അത് വിട്ടുമാറി ഞാൻ ഇങ്ങോട്ട് വന്നു. പക്ഷേ പലരും ഇപ്പോഴും ജീവിതം ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആ ഒരു റെയിൽവേയിൽ ഇപ്പോഴും ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും അതിൽ നിന്ന് വിട്ടുമാറാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഇതിനകത്ത് എല്ലാവിധ ഇമോഷൻസ് വരും, വിഷമം, സങ്കടം, ദേഷ്യം, ഇതെല്ലാം വരും. പക്ഷേ ഈ ചുരുങ്ങിയ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരാളുടെ അടിമത്വം, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അടിമപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊന്നല്ല. എപ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ സക്സസ് എന്ന് പറയുന്നത് ഈ സന്തോഷങ്ങൾക്കൊപ്പം വരേണ്ടതാണ്. അല്ലാതെ നമ്മളൊരു വിഷമഘട്ടത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സക്സസ് കിട്ടിയെന്ന് പറയുന്നതുകൊണ്ട് ആ ഒരു സക്സസിന് വാല്യൂ ഇല്ലാതായിപ്പോൾ. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.